ഒരു കാര്യത്തിനും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തെ, എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെ അടിസ്ഥാനം. ഇത് ചിന്തിച്ചതിന് ശേഷം ദൈവരാജ്യത്തിൽ, കർത്താവിന്റെ ശക്തിയിൽ, സ്വർഗരാജ്യത്തിൽ ആശ്രയിക്കുക. കർത്താവേ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നല്ലൊരു രീതി ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാല്, എന്ത് കാര്യം പ്രധാനപ്പെട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പൊ നമുക്ക് വണ്ടി എടുത്ത് പോകണം. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് തിരുവല്ലയ്ക്ക് വരണം. എനിക്ക് എങ്ങനെ വരാം? കാറിന് വരാം, ബസ്സിന് വരാം, ട്രെയിന് വരാം. നമുക്ക് സാമാന്യ ബുദ്ധിയും വിവേകവും വിവരവും എല്ലാം ഉണ്ട്. എന്താണോ അനുയോജ്യമായത് അത് ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. പക്ഷേ ആത്മാവിൽ ദാരിദ്ര്യമുള്ള ഒരുത്തൻ തലേന്ന് വൈകിട്ട് ഒരു 2 മിനിറ്റ് കർത്താവിൻ്റെ അടുത്തിരുന്നിട്ട് ചോദിക്കും, എങ്ങനെ പോകണം? കാറിന് പോകണോ, ബസ്സിന് പോകണോ, ട്രെയിന് പോകണോ? ദൈവം പറയും, ട്രെയിന് പോ, കാറിന് പോ, ബസ്സിന് പോ. ആ യാത്രയിൽ നീ ഒരു അത്ഭുതം കാണും. ഇതാണ് എൻ്റെ അനേകം നാളുകളായിട്ടുള്ള അനുഭവം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ നരേഷൻ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഈ വഴി നമ്മൾ കാണും. അവ ദൈവം പറയും, സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, അപ്പോൾ പറയും, ചിലപ്പോൾ പറയും, ആ വണ്ടിക്ക് പോകണ്ട, നേരെ ട്രെയിന് പോവും, അല്ലെങ്കിൽ ബസ്സിന് പോവും, അല്ലെങ്കിൽ വേറൊരാളെ വിളിച്ചിട്ട് അവൻ്റെ വണ്ടിയിൽ പോവും. ഇങ്ങനെയൊക്കെ പറയും. എങ്ങനെ പറയുന്നത്? നമ്മളോട് ആരും വന്ന് ചെവിയിലൊന്ന് സംസാരിച്ച് തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് ആത്മാവിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്? ചോദിക്കാത്തത് കൊണ്ട്. കാരണം നമുക്ക് ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടിയുള്ളവൻ ഇനി എന്തിനാ ചോദിക്കുന്നത്? വണ്ടിക്ക് അങ്ങ് പോയാൽ പോരെ. മനസ്സിലായോ? എല്ലാ കാര്യത്തിനും നീ കർത്താവിനെ ആശ്രയിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ സകല ഏജൻസികളും നിന്നെ സഹായിക്കാൻ ആദ്യവസാനം ഉണ്ടാവും. അതാണ് അതിന്റെ അർത്ഥം. ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം മുഴുവൻ അവരുടേതാണ്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സഹായിക്കാൻ, വേറെ ആരുമില്ല. എന്നാൽ സർവാധിപനായ, പഠിക്കേ, സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈശോ ഇത് പറഞ്ഞാണ് തുടങ്ങിയത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടാ തുടങ്ങിയത്. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. The whole organism of the kingdom of heaven is with